പോവാൻ നേരം ചേച്ചി കയ്യിൽ വെച്ചു കൊടുത്ത നക്കാപ്പിച്ചയുടെ അഹങ്കാരം അവൾക്ക്. ആകാശിന് പാലും മുട്ടയും വാങ്ങാനുള്ള കാശ് അവളുടെ കയ്യിലുണ്ടെന്ന്. ഞാൻ ആലോചിക്കുന്ന അതൊന്നും അല്ല ദിവ്യേ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെ ഇങ്ങനെ ഒരു സീൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ജീവിച്ച് ഞാൻ മടുത്തു. മടുക്കണം. നിങ്ങളുടെ അമ്മ എന്റെ അമ്മയെ പറ്റിച്ച 60 പവന്റെ സ്വർണം എനിക്ക് കിട്ടാതെ സുമേഷിന്റെ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല. ഇനി ആ സ്വർണം കിട്ടില്ല ദിവ്യേ. എത്ര പ്രാവശ്യം നമ്മുടെ കയ്യെത്തും ദൂരത്ത് വന്നതാ അത്. എന്നിട്ടും അത് അകന്നകന്ന് പോയില്ലേ. ഇനി അത് ഒരിക്കലും കിട്ടിയില്ലെങ്കിലോ? സുമേഷിന്റെ ആശ ഒരിക്കലും നടക്കുകയില്ല. ദേ നോക്ക്, ആകാശ് വളരെ ഫാസ്റ്റ് ആള്. മിക്കവാറും 2 മാസം കഴിയുമ്പോ അഖില ഗർഭിണിയാവും. അതിന്റെ നാണക്കേട് നിനക്കാ. എനിക്കെന്ത് നാണക്കേട്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായിട്ടും ഗർഭിണിയാവാത്തത് നിന്റെ കുഴപ്പം കൊണ്ടാണെന്ന് ആളുകൾ കരുതും. അത് സുമേഷിന്റെ കുഴപ്പമാണെന്ന് കരുതിക്കൂടെ? എന്നോട് ചോദിക്കാറുള്ളവരോടൊക്കെ ഞാൻ അങ്ങനെയാ പറയാറുള്ളത്. നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? എന്താ ഒരു ഗൂഢാലോചന? ഇനി ആലോചിച്ചിട്ട് എന്താ കാര്യം? ആന്റി, അവളൊരു ഗ്ലാസ് പാലുമായിട്ട് ആതിരാത്രി ആഘോഷിക്കാൻ പോയിട്ടുണ്ട്. എന്താ ആന്റിയുടെ പ്ലാൻ? അത് പിന്നെ ഞാൻ എന്തോന്ന് പ്ലാൻ ഉണ്ടാക്കാന്? അങ്ങനെ നമ്മളെയൊക്കെ കളിയാക്കിയിട്ട് അവരങ്ങനെ ആഘോഷിക്കണ്ട. ഞാൻ പറയും പോലെ ആന്റിക്ക് ചെയ്യാവോ? എന്ത്? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം. എന്നാ വാ പോ. ശരി, ഞാൻ ചെന്നിട്ട് എന്തൊക്കെയാ പറയണ്ടേ? ഞാൻ പറഞ്ഞു തന്നതുപോലെ പറഞ്ഞാ മതി. കള്ളത്തരങ്ങൾ അറിയാത്ത ആളൊന്നും അല്ലല്ലോ ആന്റി. അങ്ങോട്ട് ചെല്ല്. ഓ, ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്നാ പിന്നെ ഉറങ്ങിയല്ലോ. അങ്ങനെ ഉറങ്ങാനാണോ ഇത്രയും കാലം കാത്തിരുന്നേ? ഞാൻ ആലോചിക്കായിരുന്നു, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചോണ്ടിരുന്നേ. കല്യാണ നിശ്ചയ ദിവസം മുതൽ എന്തൊക്കെ ഉണ്ടായി? എന്തൊക്കെ ഉണ്ടായാലും എന്താ ആകാശേട്ടാ, അവസാനം എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ? അങ്ങനെ നമ്മൾ എന്തൊരു പുതിയ ജീവിതം തുടങ്ങാം. എന്താണോ മുഖം വല്ലാതായി? എനിക്കും അനുകേശിക്കും ആരാധ്യയ്ക്കും ആദരിക്കും ഒരു ജീവിതം ഉണ്ടാവാൻ വേണ്ടി പാവം അമൃതേച്ചി പെട്ട പാടുകൾ ഓർക്കുമായിരുന്നു. ഞാനിങ്ങ് പോന്നപ്പോ ഭയങ്കര സങ്കടമായി കാണും. ഞാനൊന്ന് വിളിക്കട്ടെ? വിളിക്കാം. എന്റെ കാലിന് വല്ലാത്തൊരു വേദന. ആ കുഴമ്പിട്ടൊന്നും തിരുമ്മിത്തരാൻ അഖിലയോടൊന്ന് പറയടാ. ദിവ്യേട്ടത്തില്ലേ ഇവിടെ? അവൾ ഉറങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ അമ്മ പോയി അച്ഛനോട് പറ. അച്ഛനെ കൊണ്ട് കാല് തിരുമിക്കാനോ? അച്ഛൻ പിന്നെ ഇത്രയും കാലം എന്താ ചെയ്തേ? അതെ, അമ്മയുടെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തായാലും കാല് തിരുമാൻ അഖില വരില്ല. അമ്മ ചെല്ല്, ചെല്ലമ്മ, ചെല്ല്, ചെല്ല്. ചുമ്മാ ഓരോ. അമ്മയോട് അങ്ങനെ പറയണ്ടായിരുന്നു. ഞാനിപ്പോ അമ്മയുടെ കാല് തിരുമ്മിന്ന് വെച്ച് എന്താ കുഴപ്പം? എടി, നീ വിചാരിക്കുമ്പോൾ അമ്മയുടെ അസുഖം കാലിനല്ല, മനസ്സിനാ. അത് നീ വിചാരിച്ചില്ലെന്ന് മാറില്ല. മുന്തിയൊരു സൈക്കാട്രിസ്റ്റിനെ വേണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം.
ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.